ഈ വീഡിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ കളിയാക്കാതിരിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആശംസിക്കുന്നു. അപ്പോൾ അത് സ്വാതന്ത്ര്യദിനമായിട്ട് നമ്മൾ സ്പെഷ്യൽ ഗെയിമായിട്ട് വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഗെയിമാണ്. അതാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. ഇതിപ്പോൾ ആരെ ഡെവലപ്പ് ചെയ്ത രോഹിത് ഗെയിം സ്റ്റുഡിയോ. അപ്പോൾ ഇന്ന് ഈ ഗെയിമിൻ്റെ ഗെയിം പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഗെയിം പ്ലേ കിടക്കാം. വീഡിയോ ആയിട്ടൊന്നുമില്ല, എങ്ങനെ തേരാപ്പാര നടക്കണം അത്ര മാത്രമേ ഉള്ളൂ. നീ വണ്ടിയിൽ കയറിയാൽ മതി. അങ്ങനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഓ, ഡിഫൻഡറാണ് കേട്ടോ. നമ്മുടെ സ്വന്തം ടാറ്റൻ്റെ വണ്ടിയാണ്, ലാൻഡ് റോവർ ഡിഫൻഡർ. അപ്പോൾ ടാറ്റൻ്റെ കമ്പനീൻ്റെയാണ്. നമുക്ക് ഈ സിറ്റി മൊത്തം കറങ്ങാം. ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? നോക്കട്ടെ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിനെ കാത്തുകയാണ്. അപ്പോൾ ട്രെയിൻ വരാൻ കുറച്ച് സമയം എടുക്കുക. അതാ ട്രെയിൻ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഒരു ഇന്ത്യൻ ഫ്ലാഗ് ഇതിൽ ഉണ്ടെന്ന്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. ട്രെയിനിൽ ഡ്രൈവറില്ലാതെ ഇങ്ങനെ ഓടണേ. റിമോട്ട് കൺട്രോൾ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഒക്കെ ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ ഇന്ത്യൻ ഫ്ലാഗ് നിങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ ട്രെയിനിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡൽഹി, ജമ്മു, തവി. എന്താ തവിയാ? ഏത് തവി? കറി വെക്കണ തവിയാണോ? അതാണ്. വല്ലാത്തൊരു ചളി അടിക്കണ്ട. അപ്പോൾ ട്രെയിനിൻ്റെ മുമ്പൊക്കെ ഒന്ന് ഓടി നോക്കണ്ട. അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് ശരിക്കും കാണാൻ കഴിയും. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇന്ത്യൻ ഫ്ലാഗ് ട്രെയിനിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നണേ. ഞാൻ ഈ ഗെയിം ഇപ്പോഴൊക്കെ കളിക്കണേ. അതാ കണ്ടില്ല, ഇന്ത്യൻ ഫ്ലാഗ് 222530 എഴുതിയ ആ സ്ഥലത്താണ് ഇന്ത്യൻ ഫ്ലാഗ് വരുന്നത്. എനിക്ക് തോന്നുന്നത് 222530 പറയണത് ഈ ട്രെയിനിൻ്റെ നമ്പർ. ഇനി നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഓക്കെ, ഇവിടെ പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചു നോക്കാം. അതെ ചേട്ടാ, എവിടെയാണ് പോലീസ് സ്റ്റേഷൻ? അതിന് നീ ഏതാടാ? നീ ഒന്ന് വരുന്നതാടാ? ഞാൻ ആരാന്നാ? ചേട്ടാ വേണ്ടട്ടാ, വേഷം കെട്ടെടുക്കാല്ലേ? ഇപ്പം കാണിച്ചു തരാം. അയാളുടെ ശബ്ദത്തിൽ അഭിനയിച്ചത് വെറുതെ ഒരു രസം. അയാളുടെ ഇത് വെറുതെ കളിച്ചാട്ടാ, അല്ലാതെ ഞാൻ ഇന്നൊന്ന് കളിയാക്കാതെ ഇരുന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താ ഞാൻ മറന്നല്ലോ. ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് തരും? അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് എത്ര വെച്ചാൽ 10 ലൈക്കാണ്. അതും 10 ലൈക്ക് കിടക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം എത്ര ദിവസമായി തോന്നണം, ഒരു സ്പൈഡർ ഫൈറ്റ് 3 എന്നൊരു ഗെയിം ലൈക്ക് നോക്കിയപ്പോൾ 3 ലൈക്കുള്ളൂ. പക്ഷേ ഇതിന് 10 ലൈക്ക് കിടക്കുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. എന്നാലും നിങ്ങൾ ചെയ്യണ അപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് വീഡിയോ ചെയ്തേക്കുക. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സാണ് ടാർഗറ്റ്. അത് കിടക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ കിടക്കാൻ എന്തായാലും സഹായിക്കണം. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അപ്പോഴേക്കും പോലീസുകാരൊക്കെ വരുന്നുണ്ട്. ഈ പോലീസുകാരുടെ അടുത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ള ഉത്തരം എന്താണ് ഞാൻ ആലോചിക്കട്ടെ. എന്നാലും നമ്മൾ രക്ഷപ്പെടുകയാണെങ്കിൽ ഇവന്മാരൊക്കെ കൊന്നിട്ട് രക്ഷപ്പെടുള്ളൂ. ഇതിന് കിട്ടിയിട്ടുണ്ട്, അത് കൊള്ളാതെ അങ്ങനെ പോവുക. ഓക്കെ, നീ എന്താ ചെയ്യുക? നീ അടുത്ത വഴി, നീ രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മളിങ്ങനെ നോക്കുകയാണ് രക്ഷപ്പെടാൻ പറ്റിയ വഴി ഏതാണെന്ന്. അപ്പോൾ നോക്കി നോക്കല്ലേ. അപ്പോൾ രക്ഷപ്പെടാൻ
മറ്റൊരു വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് സ്ഥലം വിടാം, അതാ നല്ലത്, അല്ലെങ്കിൽ ശരിയാവില്ല. വേഗം പോവാം. ഓക്കെ, നമ്മളങ്ങനെ വേഗം പോകണ്ടേ. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായും സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അയ്യോ നമ്മൾ വിട്ടോ, ഇതാ ഓടിക്കോടാ, അല്ലെങ്കിൽ ഇപ്പോൾ പിടിക്കുക നമ്മളെ. അയ്യോ, വേഗം ഓടിക്കോ. ഓക്കെ, നമ്മളങ്ങനെ പോവാണ്, നേരെ സ്പീഡിൽ പോവുകയാണ്. അയ്യോ വണ്ടി ചാടുണ്ടല്ലോ, ഇതെന്ത് വണ്ടിയാണ്? ഡിഫൻഡറിനൊക്കെ നല്ല വെയിറ്റാണ്. അതിനൊക്കെ ചാടണ ശക്തി കണ്ടെന്ന് വെച്ചാൽ അത് പറ്റുക എനിക്കറിയില്ല. എനിക്ക് ഡിഫൻഡറിനെ കുറിച്ച് ഒന്നും അറിയില്ല. അങ്ങനെ നമ്മൾ കറങ്ങി ബിൽഡിങ്ങിൻ്റെ പല്ലി ഒട്ടിയ പോലെ കാറിങ്ങനെ പതിച്ചിരിക്കുന്നു, ഉൽക്ക വീണ പോലെ. ഈ പോലീസുകാരൻ പൊട്ടനാ തോന്നണ്. മറ്റുള്ളവരുടെ കാറിലൊക്കെ ഇടിച്ച് കയറ്റിയിട്ട് അവരെ കൊല്ലും. എന്നിട്ട് നമ്മൾ വന്നാലോ അതേ കേസെടുക്കും. വായുവിലിരുന്നിട്ട് കാറിൻ്റെ ഡോറ് തുറന്നടക്കണം. ഇത് പൊട്ടനാണെന്ന് പറയാൻ പറ്റില്ല, ഗെയിമിൻ്റെ ഗ്ലിച്ചാണ്. ഗെയിമല്ലേ, റിയൽ ലൈഫല്ല. അപ്പോൾ അയാൾ നമ്മൾ കാത്ത് നിൽക്കുന്നുണ്ട്. അയാൾക്കൊരു പണി ഇട്ട് കൊടുക്കുക. ഈ തോക്ക് എടുത്തിട്ട്, ഏത് തോക്ക് എടുക്കും? പിസ്റ്റൽ, ആ വലിയ ഗണ്ണ്, അതിനെന്താ പറയുക, മിനി ഗണ്ണ്. പിന്നെ സ്റ്റിക്കി ബോംബ്, ഇടിൻ്റെ സിമ്പൽ, സ്നൈപ്പർ, RPG, AK-47, മിനി ഗണ്ണ് എടുക്കാം. നമ്മൾ മാർക്കോയാണ്. ഓക്കെ, എല്ലാത്തിനും കൊല്ലടാ. അങ്ങനെ തന്നെ കൊല്ലേ. അത് ശരി, അയാൾ ഇവിടെ ഇങ്ങനെ സുഖമായിട്ട് വെക്കണല്ലേ. അത് നമ്മളങ്ങനെ വിട്ട് കൊടുക്കുന്നതല്ല. അങ്ങനെ തന്നെ. ഇയാൾ എന്തിട്ട് പണി കാണിച്ചേ? ഇയാളെ നമുക്ക് കൊന്നുകൊണ്ടേയിരിക്കാം. ഓക്കെ, ആൾക്കാരിങ്ങനെ മരിച്ച് വീഴുന്നു. ആൾക്കാരുടെ ചോര റോഡരികളിൽ ഇങ്ങനെ തുള്ളുന്നു. സ്വാതന്ത്ര്യദിനമായിട്ടും രക്തം ചീറ്റുന്നു. ഇത് വെറുതെ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ്. ആരും എന്നെ കളിയാക്കാൻ കരുത്. മോശം വാക്കുകൾ കൊണ്ട് കമൻറ്റുകൾ നിറയ്ക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങനെ പല്ലി ഒട്ടിയ മാതിരി നമ്മുടെ എന്താ പറയുക, ഡിഫൻഡർ, അതായത് ബെൻട്ടൻ്റെ സ്റ്റിക്കർ ഒട്ടിയ പോലെയാണ് നോട്ട്ബുക്കിൽ. സ്കൂൾ നോട്ട്ബുക്കിലൊക്കെ ബെൻട്ടൻ്റെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചൊരു നൊസ്റ്റുണ്ട്. അത് നിങ്ങൾക്ക് മറക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത് മറക്കാൻ കഴിയാത്തവരൊക്കെ തീർച്ചയായും കമൻറ്റും കൂടി ചെയ്തേക്കാം. അങ്ങനെ നമ്മളെ ഗെയിം പ്ലേ അങ്ങനെ തീരാനായിരുന്നു ഒരു ഇത്. അങ്ങനെ ഇയാൾ എന്താ പറയുക, ബൂത്തിരി കത്തിച്ചാണ് പോകുന്നത്. ഇനി നമ്മുടെ കാറ് ആവശ്യമില്ല, അതങ്ങനെ നശിച്ചു പോയി, കരിഞ്ഞുണങ്ങിയ പപ്പടം പോലെ. അങ്ങനെ മറ്റൊരുത്തനും വരുന്നുണ്ട്, ഇയാളപ്പം തീർക്കും. അങ്ങനെ അയാളെ തീർത്ത്, ഇയാളെയും തീർത്ത്, അയാളത് വായുവിൽ പറക്കുന്നു. അങ്ങനെ നമ്മുടെ ഗെയിം പ്ലേ ഇത് അവസാനിക്കാൻ പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ വെറുതെ ഒരു വീഡിയോ ഇട്ടതാണ്. ആരും കളിയാക്കരുതെന്ന് ഞാൻ എത്ര വട്ടം പറയുന്നു. ആരെങ്കിലും കളിയാക്കരുത് എന്ന് തോന്നി എനിക്ക് വിഷമമാവും. അപ്പോൾ ഞാൻ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വെറുപ്പിക്കാതെ ഒരു ഗെയിമിംഗ് വീഡിയോ ഇടാം. അപ്പം അങ്ങനെ ശുഭം, വേസ്റ്റഡ്, ഐ ആം ഡെഡ്, സ്തോത്രം. ഭൂമിയിലേക്ക് കണ്ണുപോയിരിക്കുന്ന ഞാനത് ഭൂമിയിൽ പതിച്ചിരിക്കുന്ന. അപ്പോൾ ഇന്നത്തെ ഗെയിം പ്ലേ ഇത്രയുള്ളൂ. അപ്പോൾ ഗെയിം പ്ലേ ഇഷ്ടമായ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി പറയണ്ട, ബോറടിക്കണ്ട. ഓക്കെ, ബൈ. Bye-bye.